നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഇരകൾക്ക് നീതി. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമായി സുപ്രീം കോടതി ഉത്തരവ്. ഇരകൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശം. നഷ്ടപരിഹാര തുക കീടനാശിനി കമ്പനികളിൽ നിന്ന് സർക്കാരിന് ഈടാക്കാം. ഇതിന് കമ്പനി വഴങ്ങിയില്ലെങ്കിൽ കേന്ദ്രത്തെ സമീപിക്കാമെന്നും കോടതി. ചീഫ് ജസ്റ്റിസ് JS കെഹാർ അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ് DYFI സമർപ്പിച്ച ഹർജിയിൽ രോഗികൾക്ക് ആജീവനാന്ത പരിരക്ഷ നൽകണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി കമ്പനികൾക്ക് കോടതിയുടെ നോട്ടീസ്. മരണത്തിൽ ദുരൂഹത. തൃശൂർ പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ റിപ്പോർട്ട് തേടി DGPM മനുഷ്യാവകാശ കമ്മീഷനും. സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറും കോളേജ് പ്രിൻസിപ്പലും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ. അതിനിടെ കോളേജ് അധികൃതരുടെ വാദം പൊളിച്ച് ജിഷ്ണു കോപ്പി അടിച്ചിട്ടില്ലെന്ന് പരീക്ഷാ കൺട്രോളർ. ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ടവരിൽ നിന്ന് പരാതി ലഭിച്ചിട്ടില്ലെന്നും വിശദീകരണം. കോഴിക്കോട് സ്വദേശി ജിഷ്ണുവിനെ കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട്. താക്കീതിൽ അതൃപ്തി. VS-നെതിരായ അച്ചടക്ക ലംഘന നടപടി താക്കീതിൽ ഒതുക്കിയതിൽ സംസ്ഥാന സമിതിയിൽ ഭിന്നത. VS-നെതിരെ വേണ്ടിയിരുന്നത് കടുത്ത നടപടിയെന്ന് നേതാക്കൾ. S. രാമചന്ദ്രൻപിള്ള അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ വിയോജിപ്പ് അറിയിച്ചത് EP ജയരാജൻ, കോലിയക്കോട് കൃഷ്ണനായർ, P. ജയരാജൻ എന്നിവർ. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പരാതിയിൽ VS-നെതിരെ സ്വീകരിച്ചത് ശിക്ഷാരീതികളിൽ ഏറ്റവും ലഘുവായ നടപടി. പ്രായാധിക്യവും മുതിർന്ന നേതാവെന്ന പരിഗണനയും നൽകി നടപടി താക്കീതിൽ ഒതുക്കുകയായിരുന്നു കേന്ദ്ര കമ്മിറ്റി. നിലപാടിലെ നീരസം. IAS ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി ശകാരിച്ചതിൽ കടുത്ത അതൃപ്തിയുമായി ചീഫ് സെക്രട്ടറി. SM വിജയനത്തിന് നേരെയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് തെറ്റായ കീഴ്വഴക്കമെന്ന് ആക്ഷേപം. സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ച ചീഫ് സെക്രട്ടറിയുമായി മന്ത്രിമാർ അനുരഞ്ജന ചർച്ചയിൽ. അതിനിടെ IAS ഉദ്യോഗസ്ഥരുടെ സമരത്തിന് ഒത്താശ ചെയ്തുവെന്ന ആരോപണത്തിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ ഹർജി. വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ച ഹർജിയിൽ ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണ ശുപാർശകൾ പൂഴ്ത്തിവച്ചുവെന്നും ആരോപണം. പരാതിയിൽ ഈ മാസം 19-ന് നിലപാടറിയിക്കാൻ വിജിലൻസിന് കോടതി നിർദ്ദേശം. സംസ്ഥാനത്തെ IAS IPS പോരിന് ഉത്തരവാദി മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ്. വിഷയത്തിൽ സമയോചിത ഇടപെടൽ ഉണ്ടായില്ല. ശീതസമരത്തിന് കാരണം ഭരണസ്തംഭനം. ഇരിക്കുന്നത് AKG സെന്ററിലല്ല, സെക്രട്ടേറിയറ്റിലാണെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും ചെന്നിത്തല. വിട്ടുവീഴ്ചയില്ലാതെ ഫെഡറേഷൻ. സിനിമാ സമരത്തിൽ നിലപാട് കടുപ്പിച്ച് തിയേറ്റർ ഉടമകൾ. മറ്റന്നാൾ മുതൽ എല്ലാ A ക്ലാസ് തിയേറ്ററുകളും അടച്ചിടാൻ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ യോഗത്തിൽ തീരുമാനം. നിർമ്മാതാക്കളും വിതരണക്കാരും പിടിവാശി കാണിക്കുന്നുവെന്ന് ലിബർട്ടി ബഷീർ. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യം. സമവായ ചർച്ചകളിൽ തുടർന്നും പങ്കെടുക്കുമെന്നും വിശദീകരണം. തിയേറ്റർ ഉടമകൾ നിലപാട് കടുപ്പിച്ചതോടെ സംസ്ഥാനത്ത് അടച്ചുപൂട്ടുന്നത് 356 A ക്ലാസ് തിയേറ്ററുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2690 രൂപ. പവൻ 21,520 രൂപ. വെള്ളി 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.